കോൺഗ്രസിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, സ്ഥാനാർത്ഥി നിർണയം, അക്കാര്യങ്ങൾ ഇപ്പോൾ ഈ മണിക്കൂറിൽ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന വിവരം വന്നതിന് ശേഷം സംഭവിക്കുന്നത് എന്തെല്ലാമാണ്? അടിയന്തരമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ ആലുവ പാലസിൽ നടക്കുന്നത്. പ്രധാനമായും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വെച്ചുമാറുന്നതിന്റെ ഒരു അവസാനവട്ട ചർച്ചയിലാണ് ഇവിടെ ആലുവ പാലസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ലീഗിന്റെ നേതാക്കളായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി, PMA സലാം തുടങ്ങിയ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 സീറ്റുകളിലാണ് ഈ ഒരു വെച്ചുമാറ്റത്തിന്റെ ഇനിയിപ്പോൾ ധാരണയാകാനുള്ളത്. പട്ടാമ്പി കോങ്ങാട് സീറ്റ്, അതുപോലെ തന്നെ പുനലൂർ ചടയമംഗലം സീറ്റും കോങ്ങാട് ബാലുശ്ശേരി സീറ്റും തമ്മിലുള്ള ചർച്ചകളിലാണ് ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിൽ ഒരു ധാരണ ഇത് സംബന്ധിച്ച ചർച്ചയാണുള്ളത്. ഇതിന്റെ അന്തിമ തീരുമാനം ഇന്നിപ്പോൾ ഈ യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും നിലവിൽ പട്ടാമ്പി കോൺഗ്രസിന്റെ കയ്യിലുള്ള സീറ്റാണ്. ഇത് തിരുവമ്പാടി ലീഗിന്റെ കയ്യിലുമാണുള്ളത്. അപ്പോൾ ലീഗിന്റെ കയ്യിലുള്ള തിരുവമ്പാടി സീറ്റ് അത് കോൺഗ്രസിന് വേണം എന്നുള്ളതാണ് ആവശ്യം. അതിന് ലീഗ് തയ്യാറാണ്. പക്ഷേ പകരമായി പട്ടാമ്പി സീറ്റ് നൽകണമെന്നാണ് ഈ മുസ്ലിം ലീഗിന്റെ ആവശ്യം. ഇത് സംബന്ധിച്ച ഒരു ധാരണ ആവാൻ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അത് ധാരണ ആവേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ചർച്ചകളാണ് നടക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അല്പം മുൻപാണ് ഇവിടെ യോഗം ആരംഭിച്ചത്. നേതാക്കന്മാരെല്ലാവരും തന്നെ എത്തിയിരുന്നു. അപ്പോൾ UDF വലിയ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. സുധാകരനായിട്ടുള്ള തർക്കങ്ങളടക്കമുള്ളവ അത് ഇതിനോടൊക്കെ തന്നെ പരിഹരിച്ചു എന്നുള്ള പ്രതികരണമാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പ്രതികരിച്ചത്. ഏതായാലും ഈ ഒരു 3 സീറ്റുകളുടെ കാര്യത്തിലാണ് ധാരണയാകാനുള്ളത് ലീഗും കോൺഗ്രസും തമ്മിലുള്ളപ്പോൾ അതിന്റെ അവസാനവട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനോട് അടുപ്പിച്ച് തന്നെ ഒരു സ്ഥാനാർത്ഥികളുടെ പട്ടികയെ സംബന്ധിച്ചുള്ള അന്തിമമായിട്ടുള്ള തീരുമാനമുണ്ടാകും. അത് പ്രഖ്യാപനം തന്നെ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് വി.ഡി. സതീശൻ അല്പം മുമ്പ് ഈ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ പ്രതികരിച്ചത്. സീറ്റുകളുമായി ബന്ധപ്പെട്ട് നിലയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു കോൺഗ്രസും ലീഗും എന്നതിൽ അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായോ ലീഗ് നേതാക്കളുടെ ഉൾപ്പെടെ ഭാഗത്ത്? നിലവിൽ തർക്കങ്ങളൊന്നും ഇവർ തമ്മിലില്ല. ഇത് ഒരു അവസാനവട്ട ചർച്ചയാണ്. ഇതിൻ്റെ ഒരു ധാരണയാകാനുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറും മുൻപ് ഈ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പ്രതികരിച്ചത്. വലിയ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഇതിൻ്റെ അവസാനവട്ടം ഇത് വെച്ചുമാറുന്നത് സംബന്ധിച്ചുള്ള ഒരു ചെറിയ ധാരണക്കുറവുണ്ട്. അപ്പോൾ അതിൽ ഒരു ധാരണയാകാൻ വേണ്ടിയുള്ള ഒരു ചർച്ചയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പട്ടാമ്പിയിൽ നിലവിൽ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള സീറ്റാണ്. അപ്പോൾ അത് വിട്ട് തിരുവമ്പാടി കൂടി കോൺഗ്രസിന് വേണമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള അവർ ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് തിരുവമ്പാടി സീറ്റ് ലീഗിൽ നിന്നും കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അതേസമയം തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകുമ്പോൾ പട്ടാമ്പി സീറ്റ് ലീഗിന് വിട്ടുകൊടുക്കണമെന്നുള്ളൊരു ആവശ്യം ഇവർ പറയുന്നുണ്ട്. നേരത്തെ കോങ്ങാടും ബാലുശ്ശേരിയിലും സമാനമായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. ബാലുശ്ശേരിയിൽ കഴിഞ്ഞ തവണ ധർമ്മജൻ മത്സരിച്ച മണ്ഡലമാണ്. അപ്പോൾ ആ ഒരു സീറ്റ് അത് ലീഗിന് വിട്ടുകൊടുക്കാൻ ഉള്ള ഒരു തീരുമാനം ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തു കോൺഗ്രസിന് താല്പര്യമുള്ള സീറ്റാണ്. തിരുവമ്പാടിയിൽ കോൺഗ്രസ് ആണെങ്കിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒരു പൊതുവിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ BS ജോയ് മുൻ KSU സംസ്ഥാന പ്രസിഡന്റ് അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള മലപ്പുറം DC പ്രസിഡന്റ് അവിടെ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ്. അതേസമയം ബാലുശ്ശേരി കോങ്ങാട് സീറ്റുകൾ വച്ചുമാറുന്ന ആലോചിക്കുന്നു. കൊല്ലം ജില്ലയിൽ തെക്കൻ കേരളത്തിൽ തന്നെ ലീഗ് മത്സരിക്കുന്ന ഏക സീറ്റാണ് പുനലൂർ സീറ്റിന് പകരം ചടയമംഗലം എന്നൊരു ആലോചന നേരത്തെ ഉണ്ടായിരുന്നു. പുനലൂർ സീറ്റിൽ വലിയ മാർജിനിലാണ് ലീഗ് തോൽക്കുന്നത്. അവിടെ കോൺഗ്രസ് ആണെങ്കിൽ നില മെച്ചപ്പെടുത്താൻ കഴിയും എന്നതാണ് ഒരു പൊതു വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ചടയമംഗലത്ത് ഇത്തവണത്തെ വിജയസാധ്യത ഉണ്ട് എന്നൊരു വിലയിരുത്തലും കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. അപ്പോൾ എന്താകും ഇക്കാര്യത്തിലെ തീരുമാനം? എന്താ അല്പസമയത്തിനകം അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.